ഇന്നലകളിൽ വ്യാപരിച്ച ഇരുളിമകൾ, ഇന്നലകളിൽ നിന്റെ കുടുംബത്തെ മൂടിയ അന്ധകാരങ്ങൾക്ക് ഇനിയും അടുക്കുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ്, ദൈവത്തിന്റെ വചനമാണ്. ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് തങ്ങളുടെ ദേശത്ത്, ചുറ്റുപാടുകളുടെ നടുവില്, ജോലി സ്ഥലത്ത്, ബിസിനസ് മേഖലയില്, ആത്മീക ജീവിതത്തില് ഒക്കെ ഒന്ന് പ്രകാശിക്കണമെന്നുള്ളത്. എങ്ങനെയാണ് ഇരുട് മൂടുന്ന ഈ ലോകത്തില്, ഇരുട്ട് കുടുംബങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തില് എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രകാശിക്കുവാനായിട്ട് കഴിയുന്നതെന്നാണ് ഇന്നത്തെ ധ്യാനം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തില് ധന്യനായ പൗലോസ്ലീഹ വെളിപ്പെടുത്തുകയാണ്, ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കുന്നു. അപ്പം ഈ പാപമുള്ള ലോകത്തിൽ, പൈശാചികത്വമുള്ള ലോകത്തിൽ ദൈവവചനം പ്രമാണിക്കുന്നൊരു ദൈവപൈതൽ അവൻ അന്ധകാരത്തിലല്ല, അവന്റെ ജീവിതം പ്രകാശിക്കാനായിട്ട് വരും. മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 1-ാം വാക്യം പ്രവചിക്കുകയാ പ്രവാചകൻ, അന്ധകാരം ഭൂമിയെ മൂടുന്നു, കൂരിരുട്ട് ജാതികളെ മൂടുന്നു, എന്നാൽ നീ എഴുന്നേറ്റ് പ്രകാശിക്കണം, കാരണം നീ പ്രകാശിക്കുവാൻ സമയമായിരിക്കുകയാണ്. എഫെസ്യ ലേഖനത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തുക, അതുകൊണ്ട് ഉറങ്ങുന്നവരെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. എനിക്ക് ഈ വചനത്തോട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ള ആത്മീക സന്ദേശം, ഇന്നലകളിൽ വ്യാപരിച്ച ഇരുളിമകൾ, ഇന്നലകളിൽ നിന്റെ കുടുംബത്തെ മൂടിയ അന്ധകാരങ്ങൾക്ക് ഇനിയും അടുക്കുവാൻ കഴിയാതെ നിന്റെ ജീവിതത്തെ പ്രകാശപൂരിതമാക്കുവാൻ കഴിയുന്ന ഒരൊറ്റ കാര്യമാണ്, ദൈവത്തിന്റെ വചനമാണ്. ലേഖനങ്ങളിൽ വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ജീവൻ തരുന്നു, ചൈതന്യം തരുന്നു. സ്തോത്രം. ജീവിതത്തിന്റെ മരവിപ്പുകളെ മാറ്റി, ജീവിതത്തിന്റെ ശൂന്യതകളെ മാറ്റി വചനത്താൽ ഇളവാകുന്ന ചൈതന്യം അകത്തളങ്ങളിൽ ഏറ്റെടുക്കുമെങ്കിൽ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പോയി ന്യായപ്രമാണം ദൈവത്തിൽ നിന്ന് പ്രാപിച്ചുകൊണ്ടിരുന്ന മോശയുടെ മുഖത്തിന്റെ ത്വക്ക് പ്രകാശിച്ചത് മറ്റുള്ളവർ കാണത്തക്കവണ്ണം വെളിപ്പെട്ടു എങ്കിൽ, ഇന്ന് വചനം കേൾക്കുന്ന ശ്രോതാവേ, ദൈവവചനം പ്രമാണിച്ചുകൊണ്ട് നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ, അപമാനിച്ചവരുടെ മുമ്പിൽ, ദോഷം ചെയ്തവരുടെ മുമ്പിൽ നീ ദൈവത്തിന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ലോകത്തിൽ ജ്യോതിസുകളെ പോലെ നിന്റെ ദേശത്ത് നീ പ്രകാശിക്കണം. എനിക്ക് ദൈവം തരുന്ന ബോധ്യം, ഈ ദിവസങ്ങളിൽ നിന്നെ പ്രകാശിപ്പിക്കുവാൻ സമയമായി, നീ പ്രകാശിക്കുവാൻ സമയമായി. അന്ധകാരത്തിന് അടുക്കുവാൻ കഴിയാത്ത ആ പ്രകാശം കൊണ്ട് ദൈവം നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അന്ധകാരം മൂടുന്ന ലോകത്തിൽ, ഇരുട്ടഴിഞ്ഞാടുന്ന ലോകത്തിൽ ഒരു പ്രകാശമായി ദൈവത്തിന് സ്തോത്രം. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന യേശുക്രിസ്തു എന്ന സത്യ വെളിച്ചത്തിന്റെ പ്രകാശത്താൽ, വചനത്തിന്റെ പ്രകാശത്താൽ ഓരോ ദിവസവും ഈ ഭൂമിയിൽ ജീവിപ്പാൻ കൃപ കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതം പ്രകാശിക്കട്ടെ. അവരുടെ ഭൗതിക തലം, ആത്മീക തലം, ശാരീരിക തലം, മാനസിക തലം ഒരുപോലെ പ്രകാശിക്കട്ടെ. ഹൃദയ ദൃഷ്ടി പ്രകാശിക്കട്ടെ. അവരുടെ ജീവിതം പ്രകാശപൂരിതമാകട്ടെന്ന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നീ പ്രകാശിക്കാൻ സമയമായി. എഴുന്നേറ്റ് പ്രകാശിക്കാം. കർത്താവ് കൂടെയിരിക്കും. ഗോഡ് ബ്ലസ് യു.